Hi, good morning. ഓക്കെ, സോ നമ്മളിന്ന് പുതിയൊരു മൊഡ്യൂളാണ് തുടങ്ങാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, സോ കുറച്ചൊരു ടഫ് മൊഡ്യൂളാണ്. പക്ഷെ നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. സോ കൂടുതൽ പണിയാവൂല, എങ്കിലും കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. സോ മനസ്സിലാക്കി വെക്കുക എന്താ ക്വാണ്ടം മെക്കാനിക്സ്. സോ അതാണ് നമ്മൾ ഇന്നുപോലെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 9 ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, so before starting our module, we are going to check the two quotes of one of the scientists, Richard Feynman. What is the specialty of Richard Feynman? He won more than one Nobel Prize in the field of quantum mechanics. അല്ലെങ്കിൽ സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന ഫീൽഡിൽ ഒന്നിൽ കൂടുതൽ, അതായത് 2 നോബൽ പ്രൈസ് നേടിയ ഒരാളാണ് റിച്ചാർഡ് ഫെയ്മാൻ. ആൻഡ് ലുക്ക്, വാട്ട് ഈസ് ദ opinion of quantum mechanics in the terms of Richard Feynman? He said that anyone who claims to understand the quantum theory is either lying or crazy. Or if anyone who claims that he understands fully quantum mechanics, that means he doesn't understand quantum mechanics. അതായത് ഒരാൾ പറയണം എനിക്ക് ക്വാണ്ടം മെക്കാനിക്സ് മുഴുവനായി മനസ്സിലായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് ക്വാണ്ടം മെക്കാനിക്സ് ഒന്നും മനസ്സിലായിട്ടില്ല എന്നാണ്. ഓക്കെ, ആൻഡ് another quote is from Niels Bohr, and he can be called as one of the forefathers of quantum mechanics, or he can be called as father of quantum mechanics. He said that if quantum mechanics hasn't profoundly shocked you, you haven't understood it, or the structure of quantum mechanics doesn't shock you, then you haven't understood it yet. അതായത് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് നമ്മളെ അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിൾസ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നില്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സോ വാട്ട് ഡസ് ദിസ് ടു കോഡ്സ് റിമൈൻഡേഴ്സ്? ഈ കോഡ്സ് നമ്മളോട് എന്താ പറയുന്നത്? സോ ഇത് ക്വാണ്ടം മെക്കാനിക്സ് ക്രിയേറ്റ് ചെയ്തവരുടെ അല്ലെങ്കിൽ ഉണ്ടാക്കിയവരുടെ കോഡ്സ് ആണ്. സോ ദാറ്റ് മീൻസ് quantum mechanics is a special theory. Okay, ഒന്നാമത്തെ കാര്യം quantum mechanics though it is a special thing, and second thing is quantum mechanics is hard to imagine. So in our previous module we learned about simple harmonic motion. Okay, when I'm talking about simple harmonic motion, we discussed about many real life example. So when I am saying simple harmonic motion, you can imagine a simple pendulum or a spring mass system, or എ സ്വിങ്, എ കിഡ് ഇൻ സ്വിങ്, അതായത് ഒരു കുട്ടി ഒരു തൊട്ടിൽ കിടന്നാടുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് റിയൽ ലൈഫിലെ കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് ഓർ വെൻ വി ടോക്കിംഗ് അബൌട്ട് വേവ് ഒപ്റ്റിക്സ്, നമ്മൾ വേവ് ഒപ്റ്റിക്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, you can also imagine about waves. For example, when I am talking about interference of waves, we can think about വാട്ടർ വേവ്സിനെ കുറിച്ച് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഓർ വെൻ ഐ എം ടോക്കിംഗ് അബൌട്ട് ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ, യു ക്യാൻ ഇമാജിൻ വാട്ട് ആൻ ഇന്റർഫറൻസ് പാറ്റേൺ ആൻഡ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ലുക്ക് ലൈക്ക്. ബട്ട് quantum mechanics is hard to imagine. ക്വാണ്ടം മെക്കാനിക്സ് എന്ന വിഷയം, അതിലെ പ്രിൻസിപ്പിൾസ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദിസ് ഈസ് വൈ ക്വാണ്ടം മെക്കാനിക്സ് ഇസ് ടു ബി ടഫ് ഫോർ എവർ. അതുകൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് എല്ലാവർക്കും ടഫ് ആയിട്ട് തോന്നുന്നത്. ആൻഡ് എബൌട്ട് ടു കോഡ്സ് ആർ, ഐ തിങ്ക് ഇറ്റ് ഇസ് ആൻ എക്സ്ട്രാഗ്രേറ്റ് കോഡ്, അതായത് കുറച്ചും കൂടി വലുതാക്കി കാണിച്ചൊരു കോഡാണ്. സോ ക്വാണ്ടം മെക്കാനിക്സ് ഇസ് നോട്ട് അറ്റ് ഓൾ ടഫ് ടു സ്റ്റഡി. ഓക്കെ, സോ ബിഫോർ ഗോയിങ് ടു കോർ തിയറി, ഐ വാണ്ട് യു ടു ഇമാജിൻ എ ഡെസേർട്ട്, എ വാസ്റ്റ് ഡെസേർട്ട്. ഉദാഹരണത്തിന് സഹാറ ഡെസേർട്ട് നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, നിങ്ങൾ സഹാറ ഡെസേർട്ടിൽ പോയി എന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളോട് പറയുന്നു 1 കിലോ, ടേക്ക് 1 കിലോഗ്രാം ഓഫ് സാൻഡ് ഫ്രം ദർ. സഹാറ ഡെസേർട്ടിൽ എന്താണ് ഉണ്ടാവുക? സാൻഡാണ് അല്ലെങ്കിൽ മണലാണ് ഉണ്ടാവുക. സോ യു ആർ ആസ്ക്ഡ് ടു ടേക്ക് 1 കിലോഗ്രാം ഓഫ് സാൻഡ് ഫ്രം ഇസ്. നിങ്ങളോട് 1 കിലോ മണലെടുക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. യു ക്യാൻ ഡു ഇറ്റ് സിംപ്ലി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് യു ക്യാൻ ടേക്ക് എ 1/2 കിലോഗ്രാം. നിങ്ങൾക്ക് നിങ്ങളോട് 1/2 കിലോ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. ഓർ ടേക്ക് 100 ഗ്രാം, ഓർ ടേക്ക് 1 ഗ്രാം ഓഫ് സാൻഡ്. അതായത് നിങ്ങളൊരു ഡെസേർട്ടിൽ നിന്ന്, വാസ്റ്റ് ആയിട്ടുള്ള ഡെസേർട്ടിൽ നിന്ന് 1 ഗ്രാം സാൻഡ് നിങ്ങളോട് എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് യു ക്യാൻ ടേക്ക് ഇറ്റ് സിമ്പിൾ.
But what is the minimum quantity we can take from that desert? നമുക്ക് ആ ഡെസേർട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയ മിനിമം ക്വാണ്ടിറ്റി എത്രയാണ്? ദാറ്റ് ഈസ് you can take a single particle. അതായത് അവസാനം വി അസ്യൂം ദാറ്റ് ഒരു മില്ലിഗ്രാം സാൻഡ് നമ്മളോട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവസാനം എടുക്കാൻ പറ്റിയ എന്ന് പറയുന്നത് 1 സാൻഡ് പാർട്ടിക്കിൾ വി ക്യാൻ ടേക്ക് ഫ്രം ദാറ്റ് ഡെസേർട്ട്. ആൻഡ് all other quantities, that means 100 gram, 500 gram, 1 kilogram, 2 kilogram are the multiples of this building block or one particle. ഈ ഒരു സാൻഡ് പാർട്ടിക്കിൾ കൊണ്ട് അതിന്റെ മൾട്ടിപ്പിൾസ് ആണ് എന്താണ് ഈ 100 ഗ്രാമിലുള്ള സാൻഡ് പാർട്ടിക്കിൾസ്. So assume that there will be some 30,000 sand particles in 1 kilogram of sand. That means this is quantized, or this quantity is quantized. അതായത് 30,000 building block, or we can call it quanta. ഒരു സിംഗിൾ യൂണിറ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലായ പാർട്ടിക്കിൾസിന്റെ മൾട്ടിപ്പിൾസ് ആണ് നമുക്ക് പിന്നെ വരുന്ന ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടുന്നത്. സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് ക്വാണ്ടൈസ്ഡ്, ആൻഡ് ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ. ദിസ് ഈസ് വാട്ട് ക്വാണ്ടം ഓർ ക്വാണ്ടൈസ് മീനിങ്, ഓർ ദിസ് ഈസ് വാട്ട് ദ ക്വാണ്ടം മെക്കാനിക്സ് ഈസ് മീൻ ബൈ ദിസ്. ഓക്കെ, അതായത് നിങ്ങളൊരു വാസ്റ്റ് ഡെസേർട്ടിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു സാൻഡ് പാർട്ടിക്കിളാണ്. അതായത് പിന്നെ നമ്മൾ എടുക്കുന്നത് ഇപ്പൊ ഈവൻ ഇഫ് ഒരു കണ്ടെയ്നർ നിറച്ചും സാൻഡ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ ഓഫ് സാൻഡ്. അതിലിപ്പോൾ സർട്ടൈൻ വി ക്യാൻ സേ 1 crore സാൻഡ് പാർട്ടിക്കിൾസ് ഇൻ എ കണ്ടെയ്നർ ഓഫ് സാൻഡ്. ദാറ്റ് മീൻസ് വി ക്യാൻ സേ ഡെസേർട്ട് ഈസ് കണ്ടിന്യൂസ്. നമുക്ക് ഡെസേർട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് തോന്നാമെങ്കിലും അതെന്താ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിംഗിൾ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ക്വാണ്ട. ക്വാണ്ടം മെക്കാനിക്സ് സേസ് ദ ഫിസിക്കൽ തിങ്സ് ദാറ്റ് വി ഒബ്സർവ് ഇൻ എ ഡെയിലി ലൈഫ്സ് ആസ് കണ്ടിന്യൂസ്. നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും എന്താണ്, ഇറ്റ് ഈസ് ക്വാണ്ടൈസ്ഡ്. ദാറ്റ് ഈസ് വാട്ട് ക്വാണ്ടം മെക്കാനിക്സ് deals of. Okay, so now leave this example. Now consider that light. We are incidenting a light on a screen. നമ്മളൊരു മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ത് ചെയ്തു, സ്ക്രീനിൽ ഇൻസിഡന്റ് ചെയ്തു എന്നായിരിക്കും. ആൻഡ് കൺസിഡർ if this screen is capable of noting or capturing the energy of light wave receiving. എനർജി ഓഫ് ലൈറ്റ് റിസീവിങ്, അതായത് നമ്മളൊരു ലൈറ്റ് വേവ്, മോണോക്രോമാറ്റിക് ലൈറ്റ് വേവ് റൈറ്റ് സൈഡിൽ നിന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. സോ ഈ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഈ എനർജി നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റിയൊരു സ്ക്രീനാണെന്ന് വിചാരിക്കുക. സോ വെൻ വി ആർ ഇൻസിഡന്റിങ് ദ എനർജി ഈസ് കറസ്പോണ്ടിങ് നോട്ടിംഗ് ഡൗൺ ഇൻ ദ സ്ക്രീൻ. ആൻഡ് മാക്സ് പ്ലാങ്ക് ഈസ് ഓൾസോ ദി വൺ ഓഫ് ദി ഫോർ ഫാദേഴ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസ് ബിൽഡ് ചെയ്ത ഒരു സയന്റിസ്റ്റ് ആണ് മാക്സ് പ്ലാങ്ക്. He said that this light moves as particles or light moves as photons. Light move ചെയ്യുന്നത് photons ആയിട്ടാണ്, individual particles ആയിട്ടാണ്. And when we observe the energy of light receiving in this screen, we can see that it is multiples of some certain unit. നമ്മളൊരു കണ്ടെയ്നർ നിറച്ച് സാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് certain multiples of one particle, സാൻഡ് പാർട്ടിക്കിളിന്റെ മൾട്ടിപ്പിൾസ് ആണെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ ഈ സ്ക്രീനിൽ റിസീവ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മൾട്ടിപ്പിൾസ് ഓഫ് ഇൻഡിവിജ്വൽ എനർജി. കൺസിഡർ ദ എനർജി ഓഫ് ഫോട്ടോൺ ഈസ് 1 ഇലക്ട്രോൺ വോൾട്ട്. ഒരു ഫോട്ടോൺ എനർജി 1 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ വി ക്യാൻ സീ ദ എനർജി റിസീവിങ് ഹിയർ ഈസ്, it may be 1 electron volt, it may be 2 electron volt, 3 electron volt, or up to 100 electron volt. But it can be 1.5 electron volt. It can be 1 3/4 electron volt, or it can be some 10 and 3/4 electron volt. That means if we want to get a 10 3/4 electron volt, that means 10 3/4 or a 10 plus 3/4 photon is coming. നമുക്കൊരു 10.3 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഇവിടെ സ്ക്രീനിൽ ഒബ്സർവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 10 ഫോട്ടോണും പിന്നെ ഒരു 3/4 ഫോട്ടോണും കൂടി ഇങ്ങോട്ട് ഇൻസിഡന്റ് ചെയ്യണമെന്നാണ്. ബട്ട് വെൻ കൺസിഡറിങ് ദിസ് ഫോട്ടോൺ ഇസ് എ പാർട്ടിക്കിൾ, നമുക്ക് ഫോട്ടോണെ മുറിച്ചെടുക്കാനൊന്നും പറ്റുള്ളൂ. വി ക്യാൻ കട്ട് ഫോട്ടോൺ. സോ ദാറ്റ് മീൻസ് ദിസ് ക്യാൻ ബി ഹാപ്പൻ. സോ ഫ്രാക്ഷണൽ energy possible. That means according to Max Planck, light is a particle. So we can call light as particle, the light particles as photon, and the energy of a light particle with a frequency, or energy of a photon with frequency mu, is given by E is equal to h mu. And this is Planck's postulate. ഇതാണ് മാക്സ് പ്ലാങ്കിന്റെ ഒരു പോസ്റ്റുലേറ്റ്. or we can say hc by lambda. We know velocity of light c is equal to lambda mu. So mu lambda mu, then mu is equal to c by lambda. So we can write energy of photon is given by h mu or hc by lambda.
ഓക്കെ, ലീവ് ഇറ്റ്. യു ഡോണ്ട് വാണ്ട്, നിങ്ങൾ മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വരുവാണ്. ഓക്കെ, സോ വാട്ട് ദിസ് എക്സ്പെരിമെന്റ് പ്രോസ് അല്ലെങ്കിൽ മാക്സ് പ്ലാങ്കിന്റെ ഈ പോസ്റ്റിലായിട്ട് പ്രൂവ് ചെയ്യുന്നത്, ലൈറ്റ് ഈസ് എ പാർട്ടിക്കിൾ, ലൈറ്റ് ഷോ പാർട്ടിക്കിൾ നാച്ചർ. And next experiment we are going to discuss is photoelectric effect. What is photoelectric effect? Is an experiment, or it is a phenomenon discovered by or well explained by Albert Einstein. You know, Albert Einstein studied a lot of fields. Albert Einstein discovered relativity, and he also worked in quantum mechanics, but he got a Nobel Prize in this field, photoelectric effect. He explained what happens, what is the physics of a photoelectric effect. Okay, what is photoelectric effect? Consider a metal plate. When we incident light, or if we illuminate this plate, normally plate ne light which incident illuminate, what happens? Electron will get ejected from this metal plate. Metal plate electron eject. Why this happens? So basically this happens because the energy from this light wave is captured by the atoms in this metal plate. The metal atoms light wave energy capture ചെയ്തിട്ട് എന്ത് ചെയ്യും? If the energy is reached for electron for jumping out of an atom, അതായത് ഇലക്ട്രോണ് പുറത്തേക്ക് പോകാനുള്ള അത്രയും എനർജി ഈ ലൈറ്റ് വേവിൽ നിന്ന് കിട്ടിയാൽ ഉടനെ എന്ത് ചെയ്യും? ഇലക്ട്രോൺ പുറത്തേക്ക് ഇജക്ട് ചെയ്യും. ദാറ്റ് ഈസ് ദ ബേസിക് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ബട്ട് there is a, we can explain the particle property of the light from this photoelectric effect. The photoelectric effect നിന്നും ലൈറ്റിന്റെ particle property നമുക്ക് explain ചെയ്യാൻ പറ്റും. Why? Because when we incident a light of some certain frequency mu dash, we can see electrons coming off from this metal plate. അതായത് we need a mu threshold, അല്ലെങ്കിൽ ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വേവ് ഇൻസിഡന്റ് ചെയ്താൽ മാത്രമേ, or if we incident a light wave with threshold frequency mu threshold or higher than that, അതായത് ഒരു ലൈറ്റ് വേവ് എന്ന് പറയുന്നത് mu threshold എന്ന ഫ്രീക്വൻസി ഉള്ളതോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ലൈറ്റ് വേവ് ഇൻസിഡന്റ് ചെയ്യിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ? We get electrons jumping from this metal. That means if we incident some ലൈറ്റ് വേവ് ഇൻസിഡന്റ് ചെയ്യുന്നു, ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും കുറവുള്ള ലൈറ്റ് വേവ് ഇൻസിഡന്റ് ചെയ്യുന്നു വിചാരിക്കും. What happens? Nothing happens. No electrons can be ejected from this metal surface. Okay, and it can be explained by the continuous wave nature of light. അതിന് നമുക്ക് വേവ് നാച്ചർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് നാച്ചർ ഓഫ് ലൈറ്റ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ലൈക്ക്, കൺസിഡർ വി ഹാവ് എ ഗ്ലാസ്. നമുക്കൊരു ഗ്ലാസ് ഉണ്ട്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻ ഇഫ് യു pour some water into it continuously? നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അതായത് ചെറുതായിട്ട് ഒരു ടൈമിൽ സർട്ടൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. പക്ഷെ കുറെ സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദിസ് ഗ്ലാസ് വിൽ ഫിൽ കംപ്ലീറ്റ്ലി, വാട്ടർ വിൽ ഗോസ് ഔട്ട്. അതായത് ഗ്ലാസ് നിറയും, വെള്ളം പുറത്തേക്ക് കയറും. സോ ലൈറ്റിന്റെ ഒരു കണ്ടിന്യൂസ് നാച്ചർ വെച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയാൽ ഇതന്നെ സംഭവിക്കണം. സോ വാട്ട് എവർ ദി ഫ്രീക്വൻസി ഏതായിരുന്നെ തന്നെയും നമ്മൾ ഒരുപാട് സമയം ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? നോർമലി അക്കോർഡിംഗ് ലൈറ്റ് ഒരു കണ്ടിന്യൂസ് വേവ് ആണെങ്കിൽ we want electron to jump out, but that doesn't happen. അത് സംഭവിക്കുന്നില്ല. Only when we incidenting a light of frequency which greater than some threshold frequency, only that time the electron jumps out of this metal. That without a doubt proves that light is a particle, or some photons of energy mu threshold or greater than that threshold energy or threshold frequency is incidenting on this metal plate. The electrons will jump out of this metal plate. അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന എക്സ്പെരിമെന്റ് ഏറ്റവും നന്നായിട്ട് ലൈറ്റിന്റെ പാർട്ടിക്കിൾ പ്രോപ്പർട്ടി തെളിയിക്കുന്നതാണ്. കാരണം നമ്മളൊരു ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യിച്ചു കഴിഞ്ഞ് ഒരു ത്രഷോൾഡ് വാല്യൂ ഉള്ള ഫ്രീക്വൻസിനേക്കാൾ അധികമുള്ള ലൈറ്റ് ഇൻസിഡന്റ് ചെയ്താൽ മാത്രമേ ഇലക്ട്രോൺ പുറത്തേക്ക് പോകുള്ളൂ. ദാറ്റ് മീൻസ് ലൈറ്റ് കംസ് ഹിയർ. ലൈറ്റ് എന്തായിട്ടാണ് ഇൻസിഡന്റ് ചെയ്യുന്നത്? ലൈറ്റ് കംസ് ആസ് ലൈറ്റ് പാർട്ടിക്കിൾസ് ഓർ ഫോട്ടോൺസ്. ഓക്കെ, ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ അതിൽ കൂടുതൽ തലവാക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓൺലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ആൻഡ് ആൻ എക്സ്പെരിമെന്റ് കോൾഡ് കോംപ്റ്റൺ എഫക്ട് without any doubt proves that light is a particle. But there's a problem. When studying our previous module,
we studied that from Huygens theory. We believed in Huygens theory that, and it says that light is a transverse wave, or light have a wave nature, and the property and optical properties like interference and diffraction can only be explained using this wave property of light. അതായത് ഇന്റർഫറൻസും ഡിഫ്രാക്ഷൻ പോലുള്ള ഒപ്റ്റിക്കൽ ഫിനോമിനോൺ നമുക്ക് എന്ത് ഈ ലൈറ്റിന്റെ ട്രാൻസ്വേഴ്സ് വേവ് ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ എക്സ്പ്ലെയിൻ ഡിഫ്രാക്ഷൻ ഇന്റർഫറൻസ്. ബട്ട് നമ്മൾ ഇപ്പൊ നോക്കുമ്പോൾ ഓർ വെൻ വി അനലൈസിങ് ദി സിറ്റുവേഷൻ വെൻ സ്റ്റഡിങ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, കോംപ്റ്റൺ എഫക്ട്, വിത്തൗട്ട് എ ഡൗട്ട് ഇറ്റ് പ്രൂവ്സ് ദാറ്റ് ലൈറ്റ് ഈസ് എ പാർട്ടിക്കിൾ. അതായത് ഇത് ഇവിടെ ലൈറ്റിന്റെ ഒരു കണ്ടിന്യൂസ് വേവ് ആയിട്ട് ലൈറ്റിനെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വി can't explain these phenomena such as photoelectric effect, Compton effect, and so many other experiments. So there exists a problem, and at last scientific community reached a solution that based on the experiments we are conducting, light behaves as both a light behaves as both based on the experiment. അതായത് ഡിഫ്രാക്ഷൻ ഇന്റർഫറൻസ് മുതലായ എക്സ്പെരിമെന്റ്സ് നമ്മൾ നടത്തുന്ന സമയത്ത് ലൈറ്റ് വേവ് ആയിട്ട് ആക്ട് ചെയ്യും. സിമിലർലി ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് അല്ലെങ്കിൽ കോംപ്റ്റൺ എഫക്ട് അതുപോലത്തെ ചില എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ ലൈറ്റ് പാർട്ടിക്കിൾ ആയിട്ട് ആക്ട് ചെയ്യും. സോ അതിന്റെ അർത്ഥം ബേസ്ഡ് ഓൺ നമ്മൾ നടത്തുന്ന എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും ലൈറ്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നതായിരിക്കുന്നത്. ആൻഡ് ദാറ്റ് പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി. സോ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയം ഈ പറഞ്ഞ എക്സ്പെരിമെന്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, മനസ്സിലായോ? So that problem is solved. We can say that light have wave particle duality. That means based on the experiments we are conducting, light behaves as waves or particles. Okay. Now based on this, one of the young brilliant French scientist Louis de Broglie. Okay, wait. Okay, so Louis de Broglie, he asked a revolutionary question. If light we thought was a wave can act like a particle, maybe electrons which we thought are the particles can act like a wave. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ആണെന്ന്, അത് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ലൈറ്റിന് പാർട്ടിക്കിൾ പ്രോപ്പർട്ടി കാണിക്കാമെങ്കിൽ എന്തുകൊണ്ട് പാർട്ടിക്കിൾ ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന ഇലക്ട്രോണിന് വേവ് പ്രോപ്പർട്ടി കാണിച്ചുകൂടാ? That's a revolutionary and big question. And he also postulated that wavelength of electron, if electron shows wave property, then the wavelength of that corresponding wave is given by lambda is equal to h by p. ഇത് വെറുതെ ജസ്റ്റ് വൈൽഡ് ആയിട്ടൊരു ഗസ് ആയിരുന്നില്ല. ഇറ്റ് കെയിം ഫ്രം സർട്ടൻ അനലൈസിസ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ കേസിലുള്ള സർട്ടൻ അനലൈസിസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഡ്യൂറിങ് ദാറ്റ് ടൈം ആ ഒരു സമയത്താണ് ഐൻസ്റ്റീൻ സ്പെഷ്യൽ റിലേറ്റിവിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരുന്നത്. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വാട്ട് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ ദ സ്പെഷ്യൽ റിലേറ്റിവിറ്റി. The main equation in the special relativity is called mass energy equivalence, and I think you already studied it in plus 2. നിങ്ങൾ പ്ലസ് 2 അത് പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ് ഈസ് E equal to mc² എന്നായിരിക്കും നിങ്ങൾ പ്ലസ് 2 പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഒറിജിനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈസ് ഗിവൺ ബൈ E square equal to P square C square plus M square C raised to 4. So for a particle moving with speed of light, അതായത് ഒരു according to quantum mechanics, according to relativity, for a particle moving with a speed of light, അതായത് ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് c or 3 × 10⁻⁸ meter per second. So സ്പീഡ് ഓഫ് ലൈറ്റിന്റെ അത്രയും സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന് its energy is given by E square equal to P square C square plus M square C raised to 4, and this is the mass energy equivalence of from special relativity or of the Albert Einstein. So for a light particle, we know one thing, that the rest mass of photon. Okay, if like considering light as a particle, what is the rest mass of photon? We know the rest mass of photon is 0. Then we can write that E square equal to P square C square. Now according to Max Planck, what is the energy of photon? Max Planck എന്താ പറഞ്ഞ energy of photon എന്ന് പറഞ്ഞാൽ എന്താണ്? E equal to h mu or hc by lambda. So we can substitute here and we can write that hc by lambda square equal to P square C square, or we can cancel this C to C square and we can write h by lambda square equal to P square, or the momentum of a photon is given by h by lambda. So
momentum of a photon, that is lambda wavelength through a light wave indication, if considering it as a photon, then the momentum of that photon is given by P is equal to h by lambda. From this, de Broglie taken this equation that if electron is a wave, this is the concept that if light is a wave, then if light is a particle, അതായത് വേവ് ആണെന്ന് വിചാരിച്ച് ലൈറ്റ് ഫോട്ടോൺ എന്ന പാർട്ടിക്കിൾ ആണെങ്കിൽ അതിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഉണ്ടാവുമല്ലോ, പി ഈസ് ഈക്വൽ എച്ച് ബൈ ലാംഡ. സോ അതിൽ നിന്ന് ഡി ബ്രോഗ്ലി എന്ത് ചെയ്തു? ഡി ബ്രോഗ്ലി പറഞ്ഞു ഇഫ് ഇലക്ട്രോൺ ഈസ് എ നമ്മൾ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കുന്ന ഇലക്ട്രോൺ വേവ് ആയിട്ട് ബിഹേവ് ചെയ്യുമെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗിവൺ ബൈ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തലയിരിച്ച് എഴുതിയാൽ മതി, ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി. ഓക്കെ, ദിസ് ഈസ് വെർ ഡി ബ്രോഗ്ലി derived this equation. So without any experimental backup, de Broglie postulated that if the light we thought was a wave can act like a particle, then why not electrons which we thought as particles? Not only electrons, all the particles we see in our real life, or protons, neutrons, which we thought were particles, can act like a wave. And he said that it can act like a wave, and such waves are called matter waves. And he said that such waves are called matter waves, or it is also called de Broglie waves. So all the particles, so de Broglie postulated that all the particles shows a wave property. അതായത് നമ്മൾ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കുന്ന എല്ലാ പാർട്ടിക്കിളും, ഈ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും എല്ലാ പാർട്ടിക്കിളും ഇറ്റ് ഷോസ് എ വേവ് പ്രോപ്പർട്ടി ഇൻ ഇറ്റ്സ് കറസ്പോണ്ടിങ് എക്സ്പെരിമെന്റ്. ലൈറ്റ് എപ്പോഴാണ് അതിന്റെ വേവ് പ്രോപ്പർട്ടി കാണിച്ചത്? experiment നടത്തിയപ്പോഴാണ്. Similarly, based on the experiment, the particles also show wave property, and such waves are called matter waves or de Broglie waves. And the wavelengths of matter waves is given by lambda is equal to h by p, or lambda is equal to h by p, that is equal to what is momentum? Momentum is mv, we know that. So lambda is equal to mv. So for a particle of mass m and moving velocity v, the wavelength corresponding to the wave is the wavelength corresponding to that particles. ആ പാർട്ടിക്കിളിന് ആ പാർട്ടിക്കിൾ ഒരു വേവ് ആണെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ ഈസ് ഇക്വൽ ടു എച്ച് ബൈ എം വി. ഓക്കെ, സോ I already said that Louis de Broglie postulated this without any experimental backup. ഒരു experimental backup ഇല്ലാതാണ് de Broglie ഈ കാര്യം പോസ്റ്റുലേറ്റ് ചെയ്ത്. ബട്ട് ഇറ്റ്സ് റെവല്യൂഷണറി. അതെന്ന് പറയുന്നത് ബട്ട് ഇറ്റ് ഈസ് എ റെവല്യൂഷണറി കൺസെപ്റ്റ്. അതൊരു റെവല്യൂഷണറി കൺസെപ്റ്റ് ആയിരുന്നു. എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ് ഈസ് വി ക്യാൻ കോൾ ദിസ് എസ് എ ബാക്ക് ബോൺ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന ഫീൽഡിന്റെ തന്നെ ബാക്ക് ബോൺ ആയിരുന്നു ഇത്. കാരണം തിങ്ക് അബൌട്ട് ഇറ്റ്, അതുവരെ ഇലക്ട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിള് ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ പാർട്ടിക്കിൾ. അപ്പൊ അത് പാർട്ടിക്കിൾ ആണെന്നുള്ള പല തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. ബിക്കോസ് വെൻ ഒബ്സർവിങ് ഒരു കാഥോഡ് റേ ട്യൂബിൽ നിന്ന് നമ്മളൊരു ഫ്ലൂറോസന്റ് സ്ക്രീനിൽ ഇലക്ട്രോണെ നമ്മൾ ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിന്റെ ട്രാക്ക് ഒക്കെ ഒബ്സർവ് ചെയ്യാൻ കഴിയും. വി ക്യാൻ ഒബ്സർവ് ദ ട്രാക്ക് ഓഫ് ദി ഇലക്ട്രോൺ, ആൻഡ് we can only observe a track of a particle when only if it is a particle. അത് പാർട്ടിക്കിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ട്രാക്ക് ഒക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റൂ. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിൾ ആണെന്ന് പറയുന്നത് ഓൾറെഡി established. Electron, everything is a particle. So de Broglie said that every particle has its own waves, or it will show a wave property, or it have its own wave packet. Okay, now how can one prove de Broglie is right? De Broglie പറഞ്ഞത് ശരിയാണോ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? സോ ലൈറ്റിന്റെ കേസിൽ ചെയ്ത കാര്യം തന്നെ ചെയ്യാം. when did light shows wave property? ലൈറ്റ് അതിന്റെ വേവ് പ്രോപ്പർട്ടി കാണിച്ചത് എപ്പോഴാണ്? When conducting such an experiment, using Young's double slit experiment, when conducting Young's double slit experiment, light interfered and we will get an interference pattern. അതായത് ലൈറ്റിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ലൈറ്റ് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടി. സോ ആ എക്സ്പെരിമെന്റ് നടത്തിയപ്പോഴാണ് when conducting that experiment we find it that light is a wave, or we believe that Huygens wave theory is right. Yes, light is a wave and it shows interference pattern. Only we can explain the wave property of light through only we can explain this diffraction or interference through the wave property, or assuming that light is a wave. Similarly, to prove that electron has also wave property, conduct the same experiment in the case of light we conducted. So here we have an electron gun. So ലൈറ്റിന്റെ കേസിൽ നമ്മൾ ജസ്റ്റ് ഒരു ലൈറ്റ് സോഴ്സ് മതി, ഒരു ടോർച്ച് അങ്ങനെ ലൈറ്റ് സോഴ്സ് മതി, അല്ലെങ്കിൽ കൊഹറന്റ് സോഴ്സ് മതി. സോ നൗ for conducting a similar experiment for electron, we need an electron gun, and we need to
channelize this electron or accelerate this electron into these two holes. അതായത് നമ്മൾ ഒരു ലൈറ്റിന്റെ കേസ്, ഇലക്ട്രോണിന്റെ കേസിൽ നമ്മൾ ഒരു ഇന്റർഫറൻസ് അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ഒക്കെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യണം. എന്ത് ചെയ്യണം? നമുക്കൊരു ഇലക്ട്രോൺ ഗണ്ണ് വേണം. സിമിലർലി നമുക്കൊരു കാഥോഡും ആനോഡും വേണം. കാരണം കറക്റ്റ് ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിൾ ആണ്. സോ അതിനെ ചാനലൈസ് ചെയ്ത് കൊഹറൻസ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു കാഥോഡ് ആൻഡ് ആനോഡ് വേണം. സർട്ടൻ പൊട്ടൻഷ്യൽ ആക്ട് ചെയ്യണം. സോ നമ്മളൊരു സം കാഥോഡ് കോയിൽ നിന്ന് ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്തു, അതിൽ ഇലക്ട്രോണിൽ നിന്ന് ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്തു, അത് ആക്സലറേറ്റ് ചെയ്തു. വാട്ട് ഹാപ്പൻസ്? സോ ഇറ്റ് വിൽ റീച്ച് ടു സ്ലിറ്റ്സ് ആൻഡ് വാട്ട് വി നോർമലി പ്രെഡിക്റ്റ്. സാധാരണ ഇത് എന്താ സംഭവിക്കുക? ഉദാഹരണത്തിന് നമ്മുടെ കയ്യിലിപ്പം പണ്ടൊക്കെ ആൾക്കാർ കളിച്ചുകൊണ്ടിരുന്ന സാധനമില്ലേ ഗോലി എന്നൊക്കെ പറഞ്ഞത്, നമ്മുടെ കയ്യിലിപ്പോൾ ഒരുപാട് മാലയുടെ മുത്താണെന്ന് വിചാരിച്ചോ. നമ്മുടെ കയ്യിൽ ഒരുപാട് മാലയുടെ മുത്തുണ്ടെന്ന് വിചാരിക്കുക. സോ നമ്മൾ രണ്ട് ഹോളിൽ ഇങ്ങനെ ഇതിനെ മൂവ് ചെയ്ത് വിട്ടെന്ന് സംഭവിക്കും. നോർമലി അക്കോർഡിംഗ് ടു കോമൺ ലോജിക്, ഓർ if electron is a particle alone, what happens? We can see. So this is a screen capable of capturing electron. ഇത് ഈ സ്ക്രീൻ എന്ന് പറയുന്നത് ഇലക്ട്രോണെ ക്യാപ്ചർ ചെയ്യാൻ കഴിവുള്ള ഒരു സ്ക്രീൻ ആണെന്ന് വിചാരിക്കുക. Then what? According to common logic, we expect that the electron will pass through this hole and we get electron here, a bunch of electron here and a bunch of electron here. This is the normal. If electron is a particle, we expect this. But when conducting this experiment, Davison and Germer observed that, and that experiment is called Davison and Germer experiment. They observed that electron also make interference pattern. അതായത് നമ്മൾ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഇലക്ട്രോണിനെ നമ്മൾ രണ്ട് സ്ലിറ്റിലേക്ക് കടത്തി വിടുമ്പോൾ അതും ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സ്ലിറ്റിലെ നമ്മൾ ഒരു ചെറിയ സ്ലിറ്റിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രോൺ ബീം പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഓൾസോ ക്രിയേറ്റ് വാട്ട്? ഇന്റർഫറൻസ് ഓർ ഡിഫ്രാക്ഷൻ പാറ്റേൺ. That means what? അതെന്താ തെളിയിക്കുന്നത്? That means these electrons or the part which we assumed a particle. നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ച എന്താ? ഇലക്ട്രോൺ പാർട്ടിക്കിൾ എന്നാണ്. പക്ഷെ ഡേവിഡ്സൺ ജർമർ എക്സ്പെരിമെന്റ് എന്താണ് പ്രൂവ് ചെയ്ത്? ഇലക്ട്രോൺ ക്യാൻ ആക്ട് ലൈക്ക് എ വേവ് ഓൾസോ. ലൈക്ക് ലൈറ്റ് ബിഹേവ് ചെയ്ത പോലെ ഇലക്ട്രോണും ബേസ്ഡ് ഓൺ ദിസ് എക്സ്പെരിമെന്റ് ദേ ക്യാൻ ആക്ട് ലൈക്ക് എ വേവ്. Okay, that's right. That means qualitatively Davison and Germer proved that, or Davison-Germer experiment proved that de Broglie was right. de Broglie തന്നെയല്ലേ പറഞ്ഞേ ഇലക്ട്രോണിനെ ബേസ്ഡ് ഓൺ ദി എക്സ്പെരിമെന്റ് ലൈറ്റിന് വേവും പാർട്ടിക്കിൾ ആയിട്ട് ബിഹേവ് ചെയ്യാമെങ്കിൽ ഇലക്ട്രോണും ബിഹേവ് ചെയ്യാം. സോ അക്കോർഡിംഗ് ഡേവിസൺ-ജർമർ എക്സ്പെരിമെന്റ് നടത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത് യെസ്, ഏത് പാർട്ടിക്കിളിന്റെ കേസിലായാലും എല്ലാത്തിനും വേവ് പ്രോപ്പർട്ടി ഉണ്ട്. ഇലക്ട്രോണിന്റെ കേസിൽ അവരത് പ്രൂവ് ചെയ്തു. But it is only a qualitative proof. അതൊരു ക്വാളിറ്റേറ്റീവ് പ്രൂഫാണ്. ക്വാണ്ടിറ്റേറ്റീവ് പ്രൂഫിന് എന്താ ചെയ്യേണ്ടത്? സോ അതിന് ഫോർ ദാറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ദിസ് ഇന്റർഫറൻസ് പാറ്റേൺ, ഈ ഇന്റർഫറൻസ് പാറ്റേണിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഡി ബ്രോഗ്ലി പ്രഡിക്റ്റ് ചെയ്ത വേവ് ലെങ്ത് തന്നെയാണെങ്കിൽ വി ക്യാൻ സേ ഡി ബ്രോഗ്ലി വാസ് ക്വാണ്ടിറ്റേറ്റീവ്ലി കറക്റ്റ്. ഡി ബ്രോഗ്ലി പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. വെൻ ഡി ബ്രോഗ്ലി സെഡ് ദാറ്റ് ലാംഡ ഈസ് ഈക്വൽ ടു h by mv. Okay, this is the thing that de Broglie said. Okay, then we are passing ഇവിടെ നമ്മൾ ഒരു കോയിൽ വെച്ച് ക്രിയേറ്റ് ചെയ്ത ഇലക്ട്രോൺ ഈ ഒരു ഫീൽഡിൽ കൂടി കൺസിഡർ ദിസ് പൊട്ടൻഷ്യൽ as v, then what is the energy acquired by electron? നമ്മൾ ഇലക്ട്രോൺ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിലൂടെ പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പൊട്ടൻഷ്യൽ വേയിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് അക്വയർ ചെയ്യുന്ന എനർജി എത്രയായിരിക്കും? you already studied in +2 about Coulomb's law. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. സോ ഇത് എനർജി ഓഫ് ഇലക്ട്രോൺ in this field, energy, ഇത് acquire ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ it is given by E into V, or this is the charge into potential. And using this energy, this electron accelerate and reach here to consider a velocity v. ഒരു വെലോസിറ്റി v റീച്ച് ചെയ്തു എന്ന് വിചാരിച്ചോ ഈ രണ്ട് സ്ലിറ്റിന്റെ അടുത്തെത്തുന്ന സമയത്ത്. Now we can say energy at that slit is given by E is equal to half mv square. കൈനറ്റിക് എനർജി, ഇപ്പൊ എനർജി അതായത് വെലോസിറ്റി v, അത് ഈ ഫീൽഡ് കൊണ്ട് ഫീൽഡ് അതിനെ ആക്സലറേറ്റ് ചെയ്ത് ഒരു വെലോസിറ്റി v എത്തിയെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് half mv square ആയിരിക്കും. സോ ബേസ്ഡ് ഓൺ ദി കൺസർവേഷൻ ഓഫ് എനർജി, നമുക്കറിയാം എനർജി കൺസർവേഷൻ എപ്പോഴും അനുസരിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ്. സോ ബേസ്ഡ് ഓൺ ദി എനർജി കൺസർവേഷൻ വി ക്യാൻ സേ ദാറ്റ് EV is equal to half mv square, or the velocity of electron due to this potential v is given by v is equal to root of 2 EV by m.
മനസ്സിലായോ? എനർജി കൺസർവേഷൻ വെച്ചിട്ട് ഈ ഒരു ഫീൽഡിന്, ഈ ഒരു പൊട്ടൻഷ്യലൂടെയാണ് നമ്മൾ ഇലക്ട്രോണെ കടത്തി വിടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോണിന്റെ സ്പീഡ് കൂടി ഒരു വെലോസിറ്റി v എത്തുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്ത് ഹാഫ് mv² ആവും. അതിന്റെ അർത്ഥം ഈ EV എന്ന പൊട്ടൻഷ്യൽ എനർജി ഹാഫ് mv² റീച്ച് ചെയ്യാൻ സാധിച്ചു. ബട്ട് സോ അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് എനർജി EV ഈസ് ഈക്വൽ ടു ഹാഫ് mv². ദാറ്റ് മീൻസ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് അക്വയർഡ് വെൻ പാസിംഗ് ത്രൂ ദിസ് പൊട്ടൻഷ്യൽ ഫീൽഡ് ഈസ് ഗിവൺ ബൈ v ഈസ് ഈക്വൽ ടു 2ev by m. So then what is the wavelength of electron according to de Broglie? De Broglie's concept, according to de Broglie's concept of waves, what is the wavelength? Lambda is equal to h by mv. Now substitute the velocity, there's a expression for velocity here. That means h by m into root of 2ev by m. That is equal to h by root 2 mev. Or when we substitute for this, h is the Planck constant. This is 6.6 into 10 raised to minus 34 joules second. This m is the mass of electron. It is given by 9.1 into 10 raised to minus 31 kilogram. Similarly, E is the charge of electron. This is 1.6 into 10 raised to minus 19 coulomb. So substituting this, we get that lambda is equal to 12.3 Armstrong by root of V, where V is the potential we are supplying to this moving electron. So according to de Broglie's hypothesis, അല്ലെങ്കിൽ de Broglie's hypothesis വെച്ചിട്ട് ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 12.3 ആംസ്ട്രോങ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വി നമ്മൾ സപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആണ്. സോ യൂസിങ് ഓൺ വിച്ച് പൊട്ടൻഷ്യൽ, ഡേവിസണും ജെർമറും യൂസ് ചെയ്തത് ഏത് പൊട്ടൻഷ്യൽ ആണെന്ന് വെച്ചുകൊണ്ട് നമുക്കൊരു വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓൾസോ ദ വേവ് ലെങ്ത് ഓഫ് ദിസ് ഇലക്ട്രോൺ വേവ് ക്യാൻ ബി ഓൾസോ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദിസ് ഇന്റർഫറൻസ് പാറ്റേൺ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ന്യൂട്ടൺസ് റിങ്സ് എക്സ്പെരിമെന്റ് കേസിലായാലും അല്ലെങ്കിൽ എയർ വെഡ്ജിന്റെ കേസിലായാലും നമ്മൾ എന്താ ചെയ്തത്? യൂസിങ് ഇന്റർഫറൻസ് പാറ്റേൺ, അല്ലെങ്കിൽ എയർ വെഡ്ജിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഇന്റർഫറൻസ് പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ യൂസിങ് ദ ന്യൂട്ടൺസ് റിങ്സ് വിച്ച് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ അബവ് പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ മുകളിലുണ്ടായ ന്യൂട്ടൺസ് റിങ്സിന്റെ പ്രോപ്പർട്ടി വെച്ച് നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത്? വി ഫൈൻഡ് ദ വേവ് ലെങ്ത് ഓഫ് സോഴ്സ് വി യൂസ് ടു ക്രിയേറ്റ് ദാറ്റ് ഇന്റർഫറൻസ് പാറ്റേൺ. ആ ഇന്റർഫറൻസ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത സോഴ്സിന്റെ വേവ് ലെങ്ത് ലാംഡ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും യൂസിങ് ദിസ് പാറ്റേൺ. സോ Davison and Germer calculated the lambda or the wavelength of the electron from the interference pattern they observed or the diffraction pattern they observed, and similarly using the de Broglie's wave hypothesis, we can also calculate the similar wavelength. And these two wavelengths, wavelength of the electron calculated using de Broglie hypothesis and the wavelength calculated using the interference pattern of this electron interference or diffraction experiment, and they seem to be approximately equal. അല്ലെങ്കിൽ അത് രണ്ട് ഏകദേശം സെയിം വന്നു. അതായത് ഇന്റർഫറൻസ് പാറ്റേൺസ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത ഈ വേവ് ലെങ്ത്, ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് ലാംഡയും, സിമിലർലി ഡി ബ്രോഗ്ലി പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത ലാംഡയും അപ്രോക്സിമേറ്റ്ലി സെയിം ആയി. അതിന്റെ അർത്ഥം എന്താണ്? വാട്ട് ഇറ്റ് മീൻസ്? ഇറ്റ് മീൻസ് ഡി ബ്രോഗ്ലി വാസ് റൈറ്റ്. അതിന്റെ അർത്ഥം ഡി ബ്രോഗ്ലി പറഞ്ഞത് ഇറ്റ് ഈസ് ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തിസിസ് വാസ് ക്വാണ്ടിറ്റേറ്റീവ്ലി, അതായത് ക്വാണ്ടിറ്റേറ്റീവ്ലി എന്ന് പറയുന്നത് ഫ്രം ത്രൂ നമ്പേഴ്സ്, ക്വാണ്ടിറ്റേറ്റീവ്ലി ആൻഡ് ക്വാളിറ്റേറ്റീവ്ലി ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തിസിസ് വാസ് കറക്റ്റ്. ദാറ്റ് മീൻസ് ഫോർ എവറി മാറ്റർ ഓർ എവറി പാർട്ടിക്കിൾസ് ഇൻ എ ലോ സ്കെയിൽ, അതായത് ചെറിയ സൈസുള്ള ഏതൊരു പാർട്ടിക്കിളിന്റെ കേസിലെടുത്താലും ഇറ്റ് ഒബേസ് ദ ലോസ്. It doesn't obey the laws of the classical mechanics, but it shows wave property based on the experiment, as light shows wave and particle property based on the experiment. Okay, so നമ്മൾ ഇന്ന് ഇത്രേ പഠിച്ചുള്ളൂ. സോ ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യം നമ്മൾ എന്താണ് ക്വാണ്ടം മെക്കാനിക്സ് എന്നതിനെ കുറിച്ച് പഠിച്ചു. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഏതൊരു കാര്യം, ഇഫ് എനർജി, ബേസിക്കലി എനർജിയാണ്, എനർജി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തോന്നുന്ന ഒരു സാധനമാണ്. സോ ക്വാണ്ടം മെക്കാനിക്സ് ഈസ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വാലിറ്റി. അതായത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയി നമുക്ക് തോന്നുന്ന ഏതൊരു സാധനം, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ ബിൽഡിംഗ് പാർട്ടിക്കിൾസ് ഓർ ഇറ്റ് ഈസ് ട്രാവലിംഗ് as ക്വാണ്ട, സർട്ടൈൻ സ്മോൾ യൂണിറ്റ് പാർട്ടിക്കിൾസ് ആയിട്ടാണ് എന്ത് ട്രാവൽ ചെയ്യുന്നത്, എനർജി, ഈവൻ ഇഫ് എന്ത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. അതാണ് ബേസിക് ക്വാണ്ട അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ബേസിക് എന്ന് പറയുന്നത്. സോ മാക്സ് പ്ലാങ്ക് സെഡ് ദാറ്റ് light travels or when light incident on a certain substance, it receives light as quanta or packets of energy. അത് മാക്സ് പ്ലാങ്കിന്റെ ഹൈപ്പോത്തിസിസ് ആയിരുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് ട്രൂ ആഫ്റ്റർവേർഡ്. ആൻഡ് നെക്സ്റ്റ് തിങ്,
Through photoelectric effect and Compton effect, it is without doubt proved that light also shows particle property. With നമുക്ക് വേവ് പ്രോപ്പർട്ടി വെച്ച് ലൈറ്റ് ഒരു കണ്ടിന്യൂസ് വേവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് തെളിയിക്കുന്നതാണ് അറ്റ് ലാസ്റ്റ് ദേ കം ഇൻ ടു എ കൺക്ലൂഷൻ ദാറ്റ്, അതായത് അവസാനം അവർ കൺക്ലൂഡ് ചെയ്തു ലൈറ്റ് ബേസ്ഡ് ഓൺ ദി എക്സ്പെരിമെന്റ് ദേ ആർ കണ്ടക്ടിങ്, ലൈറ്റ് ക്യാൻ ആക്ട് as both wave and particles, and that phenomenon is called wave particle duality. So using that, Louis de Broglie said that, or he postulated that if electron can, or if light can behave as both wave and particle based on the experiment, why not electrons? Why not particles we see in our life can act as both electrons and waves? അതായത് ലൈറ്റിനെ എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ട് വേവും പാർട്ടിക്കിൾ ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഇലക്ട്രോണിന് ആയിക്കൂടാ? And using the momentum of light in the using special relativity and the momentum equation, he predicted what is the wavelength of an electron, what is the wavelength of an electron with a mass m and moving with a velocity v. And that hypothesis or postulate is later proved by Davison and Germer experiment, and they observed an interference pattern of electron. Electron diffract ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇലക്ട്രോൺ രണ്ട് ഇന്റർഫിയർ ചെയ്തു കഴിഞ്ഞാൽ, ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോൺ ബീം ഇന്റർഫിയർ ചെയ്തു കഴിഞ്ഞാൽ they get an interference pattern or they get a diffraction pattern, and this proves us electron should also have wave property, and that wave is called matter waves. For every particle with mass m and velocity v, we can say that a matter wave is involved in it, and the wavelength is given by lambda is equal to h by mv. Okay. ഓക്കെ, സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ ഞാൻ ഇംഗ്ലീഷ് കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്നോട് ഇംഗ്ലീഷ് കൂടുതൽ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. സോ മനസ്സിലാവുന്നില്ലെങ്കിൽ അപ്പൊ തന്നെ വോയിസ് ഓണാക്കി ഇക്കാര്യം മനസ്സിലായില്ല എന്ന് തന്നെ പറയാം. സോ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഓക്കെ, അപ്പൊ അറ്റൻഡൻസ് പറയാം. അനസ് റോഷൻ സി എച്ച്. Present, sir. അനശ്വർ സുരേന്ദ്രൻ. Present, sir. അനുഗ്രഹം. അശ്വന്ത് സി. Present, sir. Present, sir. ധ്യാൻ ബിജു. Present, sir. നദ. ഫാത്തിമ നദ. Present, സഹ. sir. സഫില. സന. Present, sir. Present, sir. ജ്യോതിസി. Present, sir. Sir, Safund. ഓക്കെ ഓക്കെ ഓക്കെ. കൈലാസ് നാഥ്. Present, sir. ഫറൂഖ്. മുഹമ്മദ് മുഹദ് ഫറൂഖ്. Present, sir. നീഹ ഷിരിൻ. Present, sir. നിഖിൽ ദാസ്. Present, sir. പ്രണവ് രാജ്. Present. സായന്ത്. Present. ഓക്കെ, നിഖിൽ ദാസ് കാണുന്നുണ്ടല്ലോ, സൗണ്ട് കേട്ടിട്ടില്ല. Present, sir. ഓക്കെ ഓക്കെ. സോ താങ്ക് യു.